ഇവിടെ നിന്നിപ്പോൾ ഒരു വളവ്, ചെറിയ ജംഗ്ഷനാണ്. ഇത് പോക്കാൻ പോണ പെട്ടെന്ന് നോക്കാം. കാലടിക്ക് പോകുന്ന ഈ റൂട്ട് തന്നെ ആയിരിക്കാം. നമുക്ക് രണ്ടും കൽപ്പിച്ച് ഏത് റൂട്ടായാലും ഇപ്പോൾ നമുക്കെന്താണ്, നമ്മളങ്ങനെ പോകുന്നു. ഇവിടെയൊക്കെ അത്യാവശ്യം ഒരു ചെറിയ ടൗൺ, എല്ലാം ഹോട്ടലുകളാണ് കൂടുതൽ. കുറച്ച് ഫാസ്റ്റായിട്ട് പോകാല്ലേ, ചോങ്ങണം. നല്ല റോഡാണ്, വലിയ കുഴപ്പമില്ല. ചില ഭാഗത്ത് ഇത്തിരി തുളയുണ്ടെന്നുള്ളൂ, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത റോഡ്. ഇപ്പോൾ സ്ഥലത്തിൻ്റെ പേര് ഞാൻ നോക്കിയില്ല കേട്ടോ. ശ്രീമൂലനഗരം. ശ്രീമൂലനഗരം എന്ന് പറയുന്ന നഗരമാണ് ശരിക്കും ഇവിടെ. ശ്രീമൂലനഗരം സ്ഥലത്തിൻ്റെ പേരാണ്. ചൊവ്വരായോ? ചൊവ്വര എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീമൂലനഗരം എന്ന് പറയുന്ന ചെറിയൊരു ടൗൺ ഏരിയ. നമ്മൾ പോകുന്നത് ചൊവ്വര ഭാഗത്തേക്കല്ല. ചൊവ്വര കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടുണ്ടാവും. ഒക്കെ ഏറ്റവും നമ്മൾ ഒന്നുമില്ല, ആലൊക്കെ ഉണ്ട്. നമ്മൾ ഏതൊരു ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്, ചെറിയൊരു ടൗണിലേക്ക്. നമുക്ക് നോക്കാം. കാലടിയിലേക്ക് നേരെ തിരുവൈരാണിക്കുളം ക്ഷേത്രം നേരെ. ഒരു സ്ഥലം ഇത് ശ്രീമൂലനഗരം എന്ന് പറഞ്ഞ സ്ഥലം തന്നെ ഉണ്ടോ? ശ്രീമൂലനഗരം ചെറിയ നഗരമാണ്. അപ്പം മുഴുവൻ കയറ്റമിറക്കമുണ്ട്. കയറ്റമിറക്കവും മറ്റു കാര്യം കുഴപ്പമില്ല. കുറച്ചേരം നമുക്ക് വിശ്രമിക്കാനുള്ള സമയം കിട്ടും. ഇറക്കുന്നുണ്ട്. ഇടതുവശത്തോട്ടാണ് കാലടി. പുതിയടം എന്ന് പറഞ്ഞാൽ നേരെ വല്ലംകടവ് നേരെ. അത് നമുക്ക് നേരെ പോവാം. കാലടിക്ക് പോയാൽ മലയാറ്റൂർ ഇടയിൽ പോകാൻ പറ്റും. ഇത് അമ്പലത്തേക്കുള്ള വഴിയാണെന്ന് അറിയില്ല കേട്ടോ. നമുക്ക് കുഴപ്പമില്ല, എവിടെയായാലും നമ്മൾ പോകുന്നു. ബസ് ഇട്ടേക്കാണ് മതി. ഇതേത് വഴിയാണെന്നറിയില്ല, എന്തായാലും പോവാം. ഗ്രാമപ്രദേശം എന്നറിയാം. പിള്ളേരെന്താ പറയുക, സ്കൗട്ടിലെ പിള്ളേരാണ്. സ്കൗട്ടല്ല, അതിനെന്ത് പറയും,
കുഗ്രാമമാണ്. അങ്ങോട്ട് പോകട്ടെ. എൻ്റെ ശബ്ദം കേട്ട് നമ്മൾ പോകണം. പോകാണ്ടെന്നാണ് നോക്കണത്. അഗവൂർ എന്ന് പറഞ്ഞ സ്ഥലം എത്തിയിട്ടോ. അഗവൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. മരപ്പണിയുണ്ട്, കമ്പനിയാണ്. ഓടിട്ടോ, പഴയ കാലത്തൊരു കമ്പനി. അത് പുതുക്കി വന്നുകൊണ്ടിരിക്കുക. നല്ല അർത്ഥം. തിരിച്ചു വരുമ്പോൾ നമുക്ക് വേറെ റൂട്ട് പിടിക്കും. ഇവിടെയൊക്കെ ഒരു പഴയ വീടുണ്ട്. ആ പില്ലറൊക്കെ വെച്ചിട്ട് അവിടെ ഒരു മണ്ണുകൊണ്ട് ഉണ്ടാക്കിയൊരു വീടുണ്ട്. നമ്മൾ ഈ പഴയ വീടെന്ന് ഉദ്ദേശിച്ചത് ഒരു കാലഘട്ടത്തിലുള്ള നമ്മളുടെ ഒരു പൂർവികരൊക്കെ ഉണ്ടായിരുന്ന കാലത്തുള്ള വീടുകളുണ്ട്. അപ്പം അമ്മാമ്മയുടെ തറവാടായ മാളയിലൊക്കെ അങ്ങനത്തെ വീടുകൾ കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ കൃഷിയായിരുന്നു കേട്ടോ. അപ്പം അങ്ങോട്ട് തിരിക്കാനുള്ള സൗകര്യമില്ലാതായി അങ്ങനെ നിറച്ചൊന്നും എടുത്തേക്കണം. ദുരിതോടിച്ച് അവിടെ ഉണ്ട്. അവിടെ ഇഷ്ടിയേച്ചുകളൊക്കെ ഉണ്ട്. ഇഷ്ടിയേച്ചുകള പിന്നെ പാടം ഇരുന്ന് കണ്ടോ തെങ്ങും കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വിമാനം പൊങ്ങുന്ന വെച്ചാൽ നെടുമ്പാശ്ശേരി. ഇവിടെ റൈറ്റ് സൈഡിലും അതേപോലെ തന്നെ കൃഷിയാണ് കേട്ടോ. ജാതിയാണ്. തിരുവൈരാണികുളം മഹാദേവക്ഷേത്രത്തിലേക്ക് റൈറ്റാണ് കേട്ടോ. ശ്രീമൂലം പാലം ആറമ്പള്ളി. നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ കുറച്ച് വാഴക്കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ കൊല വെട്ടിയെന്നാണ് അവർ. ഇതൊക്കെ ഒരു കുഗ്രാമല്ലേ, നല്ല എന്താ പറയുക, ഇഷ്ടംപോലെ സ്ഥലം അവർക്ക് മേഞ്ഞു കിടക്കാം. നമ്മളൊക്കെ ഈ 10 സെൻറ്റ് സ്ഥലത്ത്, അതും തറവാട്ടിൽ. സ്ഥലമില്ലാത്തതുകൊണ്ട് ടെറസിൽ വരെ കൃഷി ചെയ്ത കാലമുണ്ട്. ഇവിടെ ഒരു പഴയ വീടുണ്ട് കേട്ടോ. എടുത്തില്ലെങ്കിൽ പിന്നെ നഷ്ടമാണ് നമുക്ക്. അത് സംഭവിക്കുന്നത് എന്തായാലും കണ്ടേക്കാം. കണ്ടോ, പഴയൊരു വീട് കൊള്ളാല്ലേ. മച്ചും പില്ലറും ഒക്കെ ആയിട്ട് കാണാമെന്ന് വിചാരിക്കണം കേട്ടോ. കാറുണ്ട്. ഓക്കെ, വീട് തന്നെയാണെന്ന് വിചാരിക്കണം. അവരെയാണ് സ്ഥലം എന്നാണ് കേട്ടോ. സ്ഥലം അവരുടെയാണെന്നോ. നല്ല രസമുണ്ട് കേട്ടോ അവർക്ക്. നമ്മുടെ സ്ഥലമുണ്ട് അവർക്ക്. നല്ല രസമായിരിക്കുമല്ലോ അത്തരം വീടുകളിലൊക്കെ താമസിക്കണത്. എന്ത് രസമായിരിക്കും. ഓടിട്ട വീട്, അതൊരു പ്രത്യേകതയാണത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാസ്ക് മാറ്റാം. ഗ്രാമപ്രദേശമായതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെയൊക്കെ പുതിയ വീടുകളൊക്കെ വന്നു. പക്ഷെ ആ പഴയ വീടിൻ്റെ ക്വാളിറ്റിയും പ്രതാപമൊന്നും പുതിയ വീടുകൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങൾ തിരുവൈരാണികുളം ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കോളും. തിരുവൈരാണികുളം ശ്രീമൂലനഗരം കഴിഞ്ഞു. ഇവിടെ ഷോപ്പുകളൊന്നുമില്ല, നമുക്ക് പേര് നോക്കാനായിട്ട്. സൂര്യ അഗ്രോ ഇൻഡസ്ട്രീസ്. സൂര്യ അഗ്രോ ഇൻഡസ്ട്രീസ് ആ ഭാഗത്തുണ്ട്.
ഹെൽമറ്റ് പോലും ഇല്ലാതെ പോകണം 3 പേര്. അവരവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയണതൊന്നും മനസ്സിലാക്കണില്ല. ഇവിടെയൊക്കെ കുറേയൊക്കെ പോസ്റ്റ് വീടുകൾ കാര്യങ്ങളൊക്കെ ആയി. അപ്പം ഇനി മുന്നോട്ട് പോയിട്ട് കാണാം കേട്ടോ. അല്ല ഇവിടെയൊക്കെ ഇങ്ങനത്തെ വീടുകളാണ്. അപ്പോൾ ഇത് തട്ടാൻപടി കാഞ്ഞൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തട്ടാൻപടി എന്ന് പറഞ്ഞ ഏരിയയാണ്. പണ്ട് ഒരു തട്ടാനുണ്ടായിരുന്നുള്ളതായിരിക്കും, പുള്ളിയുടെ പേരിലായിരിക്കും സ്ഥലം അറിയപ്പെട്ടത്. ജംഗ്ഷനിലെ കടമുറിയായിട്ട് പുള്ളിയായിരിക്കും. സാധനം പോയിക്കഴിഞ്ഞാൽ എന്തോ സാധനം പോയാൽ കായത്തിലെ കൊണ്ടുപോകണം, അവിടെ നിന്ന് വെട്ടി കൊണ്ടുപോകാം. തൊട്ടാണല്ലോ പോണേ. ചിലപ്പോൾ വറക്കാൻ കൊണ്ടുപോകണമായിരിക്കുമല്ലേ ഓണത്തിന് മുമ്പേ. ഇപ്പോൾ ഹോൾസെയിൽ വിലയ്ക്ക് എടുത്തിട്ട് വറുത്ത് ഓണത്തിന് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാമല്ലോ. അല്ലെങ്കിൽ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നാടൻ കായ തീരുന്നു. ഇപ്പം ഇവിടെയൊക്കെ പോഷായിട്ടുള്ള വീടുകളുണ്ട്. എന്നാൽ അവിടെ ഒരു ഓടിട്ട വീടുണ്ട്. പോഷായ വീട് തന്നെയാണ്, അവർ ഓടിട്ട് തന്നെ ചെയ്തതാണ് കേട്ടോ. ചില ആളുകൾ അങ്ങനെ ഉണ്ട്. ഇവിടെയൊക്കെ വാഴക്കൃഷിയാണ്, അത്യാവശ്യം വാഴക്കൃഷി ഉണ്ട് കേട്ടോ. തട്ടാമ്പടി എന്ന് പറഞ്ഞ സ്ഥലമാണ് തട്ടാമ്പടി. അത് അവിടെ ഒരു ചെറിയൊരു ടൗൺ പോലെ കാണുന്നുണ്ട്. അപ്പം അങ്ങോട്ട് പോകാൻ പുതിയ റൂട്ടാണ്. അവിടെ ഒരു ബോർഡുണ്ട്, സ്ഥലം നോക്കാം. ഓ ഞാൻ വരവാണ് നിങ്ങളാണെങ്കിൽ റോഡിൽ നടക്കാൻ നോക്കിയാണ് നോക്കിയിട്ട് കംപ്ലൈൻ്റ് ആയത്. പുതിയടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. പുതിയടം തെക്കേ അങ്ങാടി. ഇത് പുതിയടം എന്ന് പറഞ്ഞ സ്ഥലത്ത് തെക്കേ അങ്ങാടി എന്ന് പറഞ്ഞൊരു ചെറിയ ടൗണും കാര്യങ്ങളൊക്കെ. തെക്കേ അങ്ങാടി നേരെ കാണുന്നതാണ് തിരുവായൂർ മഹാദേവ ക്ഷേത്രം എന്നാണ്. അത് നമുക്ക് നേരെ തന്നെ പോവാം. പുതിയടം എന്ന് പറഞ്ഞ സ്ഥലമാണ് പുതിയടം. തുറന്ന് ലെഫ്റ്റാണ് പുതിയടം ക്ഷേത്രം എന്ന് പറയുന്നത്. പ്രതിഷ്ഠാന്നറിയില്ല. മഞ്ഞപ്പെട്ടി ചെമ്പാറ ആറപ്പുറം ക്ഷേത്രം കഴിഞ്ഞ് നമ്മൾ ക്ഷേത്രം നട അടച്ച് ഗേറ്റൊക്കെ അടച്ച് എല്ലാവർക്കും പ്രവേശനമില്ല. അപ്പോൾ പുതിയടം ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല, പോവുകയാണ് നമ്മൾ. ഏതായാലും പുതിയ റൂട്ട്. നല്ല കയറ്റമുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം പോഷായിട്ടുള്ള വീടുണ്ട് റൈറ്റ് സൈഡിലെ. അപ്പോൾ ഈ റോഡ് സൈഡ് ചേർന്നുള്ള ഭാഗങ്ങളിലൊക്കെ വലിയ വീടുകളുണ്ട്. എല്ലാവരും വിദേശ മണിയായിരിക്കാം. ഫ്ലവർ മിൽ ഒരു വളവാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് കാണാം കേട്ടോ.